അത്തത്തിന് അതിരാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളം ഒരുക്കി അമ്പലത്തിൽ പോയി വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായി തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ പല പ്ലാനിങ്ങുകളായിരുന്നു എനിക്ക്. ആ പ്ലാനിങ്ങുകളെല്ലാം എൻ്റെ തകിടം മറിഞ്ഞിട്ടോ. എന്തായാലും ഇന്ന് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളം ഒരുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ കിച്ചണിലോട്ടാണ് വന്നത്. കാരണം കിച്ചണിലെ ഏകദേശം പണികൾ തീർത്തിട്ട്, അതായത് രാവിലത്തെ ചായക്കടി ഉണ്ടാക്കൽ എല്ലാവർക്കും ചായയൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ട് നേരെ പിന്നെ കിച്ചണിലെ ഏകദേശം പണികൾ ഞാനും അമ്മയും കൂടി തീർത്തിട്ടാണ് പൂക്കളം ഇടാൻ വന്നിട്ടുള്ളത് കേട്ടോ. അമ്മ പൂക്കളം ഒരു സൈഡിൽ എനിക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളം വേഗം ഒരുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യലും ഇടലും എല്ലാതും കൂടി ഒരു സമയമെടുക്കും. അപ്പോൾ അമ്മ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഗ്യാപ്പിൽ പൊന്നു നീറ്റ് വന്നിട്ട് അമ്മ ഞാൻ ഇടട്ടെ പൂവെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വല്ലാണ്ട് അടുപ്പിച്ചിട്ടില്ലായിരുന്നു. കാരണം പൂക്കളെല്ലതും കൊളാക്കും. അപ്പോൾ ഞാൻ അവന് ഈ വാടാപ്പൂ നേരാക്കാനായിട്ട് ഒരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൂക്കളിലെ ഏറ്റവും നേരാക്കാൻ പണിയുള്ളത് ആ പൂവാണ്. പക്ഷെ അവൻ കുറച്ച് നേരം എടുത്തിട്ട് മടി കാട്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ല് നീറ്റ് വന്നിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവളെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ മൊത്തം കുളമാക്കും. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അടുപ്പിച്ചില്ല. പിന്നെ ബാക്കി വന്ന പൂക്കളെല്ലാം എടുത്ത് വെച്ചിട്ട്, കാരണം നമുക്ക് നാളെ പൂവ് ഇടണല്ലോ, പൂവിന് നല്ല വിലയാണ്. അങ്ങനെ പൂക്കളെല്ലാം എടുത്ത് വെച്ച് അപ്പോൾ ലാസ്റ്റ് ഇതാ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം പിന്നെ കല്ലൂനും പൊന്നിനും കുളിപ്പിക്കാനായിട്ട് നിന്നു. കാരണം അവർക്ക് സ്കൂൾ അംഗനവാടി എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കൊടുക്കാനായിട്ട് നിന്നിട്ട്, ഈ ചായ കൂടി കഴിയണമെങ്കിൽ തന്നെ അരമണിക്കൂർ കഴിയും. ഇവരൊരിക്കലും ഈ പൂക്കളിടൽ എല്ലതും കൂടി ഒരു കഥയായിരുന്നു രാവിലെ കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.